ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മുടെ ഓണം സെലിബ്രേഷൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. രാവിലെ എനിക്ക് ബോട്ടിൽ നിന്ന് ഫ്രണ്ട് സീറ്റ് കിട്ടി, ഒപ്പം വിൻഡോ സീറ്റ് കിട്ടി. നല്ലൊരു കാഴ്ച രാവിലെ എനിക്ക് കാണാൻ പറ്റി. അങ്ങനെ ബോട്ട് ഇറങ്ങി നേരെ ബസ് കയറി കഴിഞ്ഞപ്പോൾ എപ്പോഴും കാണുന്ന പോലെ തന്നെ കുറേ പേര് റോഡ് സൈഡിൽ പൂ വിൽക്കുന്ന കാഴ്ച കണ്ടു. എല്ലാവരും കൂടി പൂ വിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് കളമശ്ശേരി എത്തി, പഞ്ച് ചെയ്തു, പിന്നെ ക്ലാസ്സിൽ കയറിയപ്പോൾ കംപ്ലീറ്റ് ഓണം വൈബ്. കുട്ടികൾ തന്നെ ഫ്ലവേഴ്സ് ഒക്കെ റെഡിയാക്കി അവർ തന്നെ നമ്മൾ വരച്ചേക്കുന്ന ആ ഒരു കളത്തിലൊക്കെ ഭംഗിയാക്കിയിട്ടു. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന അനുസരിച്ച് സെക്കൻഡ് സ്റ്റാൻഡേർഡിലെ കുട്ടികളെ, പക്ഷെ അവർ നമ്മൾ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് നല്ല ഭംഗിക്ക് ആ ഒരു കളർ റെഡിയാക്കി. പൂക്കള മത്സരത്തിൽ നമുക്ക് തന്നെ ഫസ്റ്റ് കിട്ടി. ദെൻ മാവേലി വന്നു. നമ്മുടെ ഇവിടുത്തെ പിള്ളേരെല്ലാം വളരെ ഹാപ്പി ആക്കി, ഇപ്പൊ കംപ്ലീറ്റ് കളറാക്കി. അതിനുശേഷം നമ്മളെല്ലാവരും നേരെ ഗ്രൗണ്ടിലേക്ക് പോയി. ബാക്കി എല്ലാ പ്രോഗ്രാം പിന്നെ അവിടെയാണ്. ഗ്രൗണ്ടിൽ 1 to 12 കുട്ടികളുടെ എല്ലാ പ്രോഗ്രാമും, ഡാൻസും പാട്ടും മ്യൂസിക്കും എല്ലാം ഉണ്ടാവും അവിടെ. അപ്പം മാവേലിയുടെ പ്രത്യേക തരത്തിലുള്ള ഷോയും കളറും കുട്ടികളുടെ ഡാൻസൊക്കെ ആയിട്ട് കംപ്ലീറ്റ് അടിപൊളി കളറായിരുന്നു. അതിനുശേഷം പിന്നെ നമ്മുടെ ക്ലാസ് വൈസ് നടക്കുന്ന കോമ്പറ്റീഷൻസ്, നമ്മുടെ ചെറിയ പിള്ളേർക്ക് ക്ലാസ് വൈസ് നടക്കുന്ന ചെറിയ കോമ്പറ്റീഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓണമല്ലേ, അപ്പോൾ അതുകൊണ്ട് അവരും വളരെ ഹാപ്പി ആയിരുന്നു. ഒപ്പം ഡാൻസും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഓണസദ്യ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഇലയിട്ടു, ചോറ് വെച്ചു. അങ്ങനെ കൊണ്ടുവന്ന കറികളെല്ലാം നമ്മൾ അവർക്ക് കറക്റ്റാക്കി വെച്ച് കൊടുത്തു. അവർ ഭയങ്കര ഹാപ്പി, ഭയങ്കര എക്സൈറ്റോടുകൂടി തന്നെ അവർ ആ ഒരു ഓണസദ്യ കഴിക്കായിരുന്നു. ചെറിയ പിള്ളേർ, അപ്പോൾ അതുകൊണ്ടിട്ട് അവർ കംപ്ലീറ്റ് കഴിക്കില്ലെന്നൊന്നും അറിയില്ല. പക്ഷെ എങ്കിലും അവരെല്ലാവരും അത് ആക്സെപ്റ്റ് ചെയ്ത് മിണ്ടാതെ ഇരുന്ന് പിന്നെയും കറിയൊക്കെ ചോദിച്ച് വാങ്ങിച്ച് നല്ല അടിപൊളിയായിട്ട് അവർ ആ സദ്യ കഴിച്ചു. നല്ല ഭംഗിയുണ്ടായിരുന്നു. എല്ലാവരും ഇരുന്നിട്ട് ആ ഒരു സെറ്റപ്പിൽ ഇരുന്ന് ഫുഡ് കഴിക്കുന്നത് കാണാൻ തന്നെ. ഇവരുടെ ഫുഡ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ടീച്ചേഴ്സ്മാരുടെ സദ്യ, അത് നമുക്ക് മുകളില് 3rd, 4th കുട്ടികളുടെ ഇടയിലായിരുന്നു. അവർ നമുക്ക് കൃത്യമായിട്ട് എല്ലാം അടിപൊളിയായി വിളമ്പുത്തൊന്നും പറയാതിരിക്കും വയ്യ. സൂപ്പറായിട്ട് അവരതെല്ലാം നമുക്ക് കൈകാര്യം ചെയ്ത് തന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കുട്ടികളൊക്കെ എൻഗേജ് ആക്കി ഡാൻസും പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കൊണ്ടുപോയി. പിന്നെയുള്ള മത്സരങ്ങളെല്ലാം ഗ്രൗണ്ടിൽ വടംവലി ഉണ്ടായിരുന്നു, ഉറിയടി ഉണ്ടായിരുന്നു. അങ്ങനെ ഓണത്തിന്റെ എല്ലാ പ്രോഗ്രാമും നല്ല രീതിയിൽ തന്നെ കണ്ടക്ട് ചെയ്ത് മാറ്റി. ഉറിയടിയൊക്കെ അടിപൊളിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് നമ്മുടെ ടീച്ചേഴ്സ്മാരുടെ തിരുവാതിര ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ തിരുവാതിരയ്ക്ക് ശേഷമുള്ള നമ്മുടെ ചെറിയ 2-3 ഡാൻസും കൂടി ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ ഈവനിങ് ഒക്കെ സ്റ്റേ ബാക്ക് ചെയ്ത് നിന്നിട്ട് പഠിച്ച ഒരു ചെറിയ ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതായത് നമ്മുടെ ചെറിയ കുറെ റീലും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മുടെ ഓണപരിപാടി അവസാനിപ്പിച്ചു. ആക്ച്വലി സ്കൂളിൽ പഠിക്കുന്ന കാലത്തും പഠിപ്പിക്കുന്ന കാലത്തും ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഡേ തന്നെയാണ് ഓണം സെലിബ്രേഷൻ. ആരും മിസ് ഔട്ട് ചെയ്യരുത്.